ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ചുരുണ്ട മുടി നീട്ടാനുള്ള ഒരു വിദ്യയാണ്. അതേപോലെ തന്നെ മുടി കൊഴിച്ചിലൊക്കെ മാറി ചുരുണ്ട മുടിയുള്ളവർക്ക് നല്ല ഹെൽത്തി ആയിട്ട് മുടി വളരാനായിട്ടും അതേപോലെ ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നല്ല തിക്കായിട്ട് അത് നല്ല സോഫ്റ്റായിട്ടൊക്കെ മുടി കിട്ടും. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന പാക്ക് ഉപയോഗിച്ചിട്ട് ഹെയർ വാഷ് ചെയ്താൽ കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ചുരുണ്ട മുടിയെ കുറച്ചെങ്കിലും നീട്ടാനായിട്ട് യൂസ് ചെയ്തിട്ട് എനിക്ക് സക്സസ് ആയിട്ടുള്ള ഒരു ടിപ്പാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ചുരുണ്ട മുടി ഉള്ളവരെല്ലാവരും ട്രൈ ചെയ്യുക. അതിനായിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതേപോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുകൂടി സെലക്ട് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യാനായിട്ടും മറക്കരുത്. ഞാനിവിടെ ഒരു 3 വെണ്ടയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ഹെയറിൻ്റെ ലെങ്തൊക്കെ അനുസരിച്ച് നമുക്ക് വെണ്ടയ്ക്കയുടെ അളവൊക്കെ കൂട്ടാം കേട്ടോ. പിന്നെ നമുക്ക് കറ്റാർവാഴയാണ് വേണ്ടത്. അപ്പം ഞാൻ കറ്റാർവാഴ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ നമ്മുടെ വെണ്ടയ്ക്കയിലെ ഞെട്ടൊക്കെ കളഞ്ഞിട്ട് അതും ഇവിടെ ചെറുതായിട്ട് അരിഞ്ഞു വയ്ക്കുന്നുണ്ട്. അത് നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. വെണ്ടയ്ക്കയും കറ്റാർവാഴ അരിഞ്ഞതും പിന്നെ 1 ഗ്ലാസ് അളവിൽ വെള്ളം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്തായിട്ട് നമുക്ക് വേണ്ടത് 1 സ്പൂൺ ഫ്ലാക്സ് സീഡാണ്. അതും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. വിറ്റാമിൻ എയുടെ കലവറയാണ് നമ്മുടെ വെണ്ടയ്ക്ക. ഇത് തലയിൽ തേക്കുന്നത് മുടിയുടെ മോയ്സ്ചറൈസർ നിലനിർത്താനും അതുപോലെ തന്നെ മുടിക്ക് ഡാമേജ് വരുന്നതൊക്കെ തടയാനായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ മുടി സ്ട്രൈറ്റൻ ചെയ്യാനായിട്ട് ബ്യൂട്ടി പാർലറിലൊക്കെ പോയി വലിയ പൈസയൊക്കെ മുടക്കുന്നതിനേക്കാളും നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ മുടക്കാൻ പറ്റാത്തവർക്ക് തീർച്ചയായിട്ടും എളുപ്പത്തിൽ 3 വെണ്ടയ്ക്ക കൊണ്ട് നമ്മുടെ മുടിയെ ഒന്ന് സോഫ്റ്റ് ആക്കാനും സ്ട്രൈറ്റൻ ചെയ്യിക്കാനും ഒക്കെ സാധിക്കും. അപ്പോൾ ഇത് നമ്മൾ അടപ്പത്ത് വെച്ച് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഫ്ലാക്സീഡിന് പകരം നിങ്ങളുടെ കയ്യിൽ ഫ്ലാക്സീഡിൻ്റെ ജെല്ല് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അതാണെങ്കിൽ നമുക്ക് ലാസ്റ്റാണ് ഉപയോഗിക്കേണ്ടത്. ഇത് നന്നായിട്ട് തിളച്ച് അതിൻ്റെ സത്തൊക്കെ ഇറങ്ങി വന്നതിന് ശേഷം നമ്മൾ തീ ഓഫ് ചെയ്തു. അതിൻ്റെ തിക്നെസ് ഒരുപാട് കട്ടിയായി പോകരുത് ഫ്ലാക്സീഡ് ഇട്ടതുകൊണ്ട്. അപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്ത് ഒന്ന് മൂടി വെച്ച് അതിൻ്റെ ചൂടൊന്ന് ആറിയതിന് ശേഷം ഞാനിവിടെ അരിച്ച് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഞാൻ ഈ അരിച്ച് വെച്ചതിലേക്ക് 3 സ്പൂൺ മുൾട്ടാണി മിട്ടി കൂടി ചേർക്കുന്നുണ്ട്. ഇത് നമുക്ക് മിക്കവാറും എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും അതേപോലെ ആയുർവേദ ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഒരു പൊടിയാണ് കേട്ടോ. ഇതിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ ചോറ് മിക്സിയിൽ അടിച്ചിട്ട് അത് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്ത് നല്ല പേസ്റ്റ് പരുവത്തിനാക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്താൽ അത്ര കറക്റ്റായിട്ട് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ നല്ല ക്രീം പരുവത്തിന് കിട്ടുന്നുണ്ട്, ഒരു ഹെയർ ക്രീം പരുവത്തിന് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുടി ഒക്കെ ഒന്ന് ചീകി വൃത്തിയാക്കിയതിന് ശേഷം ഓയിൽ അപ്ലൈ ചെയ്യേണ്ടവർക്ക് ഓയിൽ അപ്ലൈ ചെയ്യാം. അതിന് ശേഷം നമുക്ക് മുടി ഓരോ പാർട്ടായിട്ട് എടുത്തിട്ട് ഓരോ പാർട്ടിൽ നമുക്കിത് തേച്ച് നന്നായിട്ട് പിടിപ്പിക്കാം. ചുരുണ്ട മുടിയുള്ളവരുടെ ഒരു പ്രധാന പ്രശ്നം മുടിക്ക് നീളം തോന്നത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം അനുഭവപ്പെടുന്നവർക്ക് ഈ ഒരു പാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് വഴി ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റും. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് സാധാരണ ഷാമ്പു ഉപയോഗിച്ചിട്ട് കഴുകിക്കളയാം. ഒരു ഫംഗ്ഷനൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് മുടിക്ക് നല്ല നീളം തോന്നിക്കാനായിട്ടും മുടി നല്ല സോഫ്റ്റായിട്ട് കിടക്കാനായിട്ടും ഒക്കെ ഈ ഒരു ട്രിക്ക് പരീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.